നമ്മൾ വെല്ലമൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് നോക്കാം. ഇവിടെ ബാക്കിയുള്ളപ്പോൾ ഇവനെ എണീറ്റിട്ട് ചോദിക്കുക ദൃശ്യം കാണാമെന്ന്. ഞാൻ പറഞ്ഞു ദൃശ്യം തീരാറായി, ഇനി ഒരു അരമണിക്കൂർ കൂടെ ഉള്ളെന്ന് പറഞ്ഞ്. ആ ശരിയെന്ന് പറഞ്ഞ ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ യാത്ര പോവാണ് കേട്ടോ. യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പം നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നൊന്നുമല്ല, നമ്മുടെ ചേട്ടൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന കേട്ടോ. ഈ മഴയത്ത് നമ്മൾ എന്ത് ചെയ്യാനാണ്, പുറത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. വീട്ടിലിരുന്ന് എത്ര നേരമാണ് കരിപുരണ്ട ജീവിതം നിങ്ങളെ കാണിക്കുന്നത്. കരിപുരണ്ട ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഓടി ഒരു പാഞ്ഞ് വന്നതാ, പറഞ്ഞു വീണാനെ അല്ലേ. അപ്പം കരിപുരണ്ട ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമുക്കിനി അതിനകത്ത് ഇനി ഒന്നും കാണിക്കാനില്ല. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ കട്ടിയിലൊന്നും പെയ്യണില്ല, ഒരുമാതിരി ഒരു വൃത്തികെട്ട മഴ അല്ലേ. കട്ടി പെയ്തോ ചേട്ടാ? നല്ല മഴ പെയ്തു. ഞാൻ കിടന്ന് ഉറങ്ങി, നല്ല ഉറക്കം ഉറങ്ങി. എത്ര മണിക്കൂർ? 2 മണിക്കൂർ ഉറങ്ങിയോ? 2 മണിക്കൂർ ഉറങ്ങിയോ? ഇന്നലെ നമ്മള് ചാച്ചന്റെ അടുത്തായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമായിരുന്നു. നമ്മളിന്ന് രാവിലെ 8 മണിയൊക്കെ ആയപ്പോ 7:30 ഒക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ 8 മണിയായി നമ്മൾ വീട്ടിൽ വന്നു. 8 മണി കഴിഞ്ഞോ? 8:15 ആയിരുന്നു അല്ലേ. അപ്പം അവിടെ വന്നിപ്പം വീട് മാറി കിടന്നിട്ടായിരിക്കും. എനിക്ക് വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും വന്നില്ല. ദൃശ്യം മൂവി കാണാനായിട്ട് ഞാനും ഇവനും കൂടെ ഇരുന്ന് പ്രൈം വീഡിയോയിലുണ്ട്, ദൃശ്യം കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ചാർജ് ചെയ്തിട്ടേക്കുക. അപ്പം കാണാൻ കിടന്നിട്ട് ദൃശ്യം തീരാൻ വേണ്ടി ഒരു 33 മിനിറ്റും കൂടെ ബാക്കിയുള്ളപ്പോൾ ഇവനെ എണീറ്റിട്ട് ചോദിക്കുക ദൃശ്യം കാണാമെന്ന്. ഞാൻ പറഞ്ഞു ദൃശ്യം തീരാറായി, ഇനി ഒരു അരമണിക്കൂർ കൂടെ ഉള്ളെന്ന് പറഞ്ഞ്. ആ ശരിയെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ കിടന്ന് നല്ല ഉറക്കം. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ചാച്ച പിന്നെ ചായ ഒക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ പിന്നെ ഉറങ്ങിയിട്ടുണ്ടായില്ല എന്ന് തോന്നുന്നു. ചേട്ടൻ ചാച്ചനെ കെട്ടിപ്പിടിച്ചോണ്ടാ കിടന്ന്. കൈ കണ്ടില്ലെങ്കിൽ ചാച്ചൻ അപ്പം തന്നെ കൈ തപ്പിക്കൊണ്ട് വരും. ചേട്ടൻ്റെ എന്നൊക്കെ എടുത്തോണ്ട് പോകും കൈ ഇങ്ങനെ. അങ്ങനെയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിന്ന് പകല് കിടന്നുറങ്ങി. ചേട്ടാ ഉറങ്ങിയ ചേട്ടാ? ഞാൻ ആടിനെ കൊണ്ട് കെട്ടി എന്നിട്ട് മഴ വന്ന അതും കൊണ്ട് തിരിച്ച് 3:45 വരെ പറഞ്ഞു. എന്നാൽ പിന്നെ അതും കെട്ടിക്കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അതിന് കഴിയുന്ന മഴയല്ല. എന്നാൽ അന്നേരം നീ ഒന്ന് വിളിച്ചു. നല്ല മഴയാ. കയറ്റിക്കൊണ്ട് പോണ്ടോ? ഒരു പണി കഴിഞ്ഞ് ഞാൻ വിളിച്ചു. വാ, മിറ്റുള്ളൂ. അതിപ്പോ ഞാൻ വണ്ടി ആയിരിക്കാം. ഞാൻ വന്നില്ല ഈ മഴയത്ത്. എന്താ വരാന്? ഇവിടെ ചേട്ടൻ്റെ കൂട്ടുകാർ ഇതാ കാണുന്ന ഇതറിയാലോ. ഈ ഒരു അടഞ്ഞു കിടക്കുന്ന ഷട്ടർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെരുപ്പ് കടയുണ്ടായിരുന്നു. നമ്മുടെ ബേക്കറി ആയിരുന്നു കേട്ടോ. നമ്മുടെ അറേബ്യൻ ബേക്കറി ആയിരുന്നു. ഇപ്പോൾ ഇത് സ്റ്റിച്ചിങ് സെൻ്ററാണ്. കൃപ സ്റ്റിച്ചിങ് ലേഡീസ് സ്റ്റിച്ചിങ് സെൻറ്റർ അതാണിത്. തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒരു സലൂണായിട്ടുണ്ട്, മുടിവെട്ടുകട. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അവിടെ ഇപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവർ പോകാറായി, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പം നമ്മൾ വന്നതാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു ചുമ്മാ കയറി പോരെ, വീട്ടിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഓർത്ത് ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നത് എന്തിനാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്ന് ഓർത്ത്. പിന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഓരോ ചാൻസും ഞാൻ വിനിയോഗിക്കാറുണ്ട്. ഉറങ്ങിക്കിടന്ന യവനെ കുത്തിപ്പൊക്കിക്കൊണ്ടാണ് പോകുന്നത്.
അപ്പം ചേട്ടൻ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അവിടം വരെ പോയി നമ്മൾ എന്തോ വീഡിയോ എടുക്കാനാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ ഇനി പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 1 കിലോമീറ്റർ ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പള്ളി ഇവിടെ തൊട്ടടുത്ത. നിനക്കെല്ലാം പറയാനുണ്ടോടാ? ഇല്ല, പറയാനൊന്നുമില്ലേ? ഒന്നും പറയാനില്ലേ? പിന്നെ ബോളാ പുറകിലിരിക്കുന്നത്. നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് വാങ്ങിയ ബോൾ. അതിങ്ങെടുത്തേടാ, കാണിച്ചേടാ. ഒരു പോലീസുകാരനാണ് എൻ്റെ പുറകിലിരിക്കുന്നത്, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. ഇതാ ആണ്ട പോയി. ഇത് ബലൂണിൻ്റെ അത്രയും പോലും കട്ടിയില്ലാത്തൊരു സാധനം. ഇത് അതെങ്ങനെ പോയിടാ? അങ്ങനെയല്ലടാ, ഈ തൊലിക്ക് കട്ടിയില്ല, ഈ സ്കിന്നിന് ബലൂണിന്റെ പോലെ ഇരിക്കുന്നു ടച്ച് ചെയ്യുമ്പോ. അല്ലാതെ ഒരു ബോളിന്റെ ഇതിങ്ങനെ ആയിരിക്കും ഇരുന്നേ അല്ലേ? ഇതേ മെറ്റീരിയൽ ആയിരിക്കും അല്ലേ? ഇതാ ബലൂൺ അല്ല, ഈ ബോൾ ഇതേ മെറ്റീരിയൽ തന്നെയായിരുന്നു വാങ്ങുമ്പോ, ബലൂൺ പോലെ. ശരി, ബോള് പോലെയാണോ ഇരുന്നേ? കട്ടിയില് ഇതുപോലെയല്ല ഇരുന്നേ? കാറ്റല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ, ഞാൻ ഇതിന്റെ ഈ സ്കിന്നാ, ഈ സംഭവം. ഓ, അപ്പൊ ഇത് നഷ്ടമാ. ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിയത് നമ്മള്? ഇതേ തല്ലിയ വെച്ചേരും കേട്ടോ. 30 30 രൂപയ്ക്ക് ഇപ്പൊ കിട്ടും. ബീച്ചിൽ നിന്ന് വാങ്ങിയതാ, ചുമ്മാ തട്ടി കളിക്കാനും ഈ വെള്ളത്തിക്കടെയൊക്കെ കടലിലൊക്കെ തട്ടി കളിക്കാനൊക്കെ. ആൻസൂട്ടൻ ഞാൻ കുറേ നാളായിട്ടെ കാലിലെ ക്യൂടെക്സ് ഇടാൻ പോലും എനിക്ക് സമയം കിട്ടാറില്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ലായിരുന്നേ. എന്നിട്ട് ഒരു ദിവസം ഇനിങ്ങാന്ന് രാത്രിയില്ല പറ്റിയ ആ കാലിലെ ക്യൂടെക്സ് ഇടാൻ പറഞ്ഞു. ഇവൻ്റെ പുറകിടുന്ന അവസാനം ഇവൻ വന്ന് നെയിൽ പോളിഷ് ബാക്കി ഇരുന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് എനിക്ക് കാലിലെ ക്യൂടെക്സ് ഇട്ടാന്ന്. പക്ഷേ ആ റിമൂവ് ഒരു ദിവസം മുമ്പേ ചെയ്യിച്ച്, പക്ഷെ കയ്യിൽ ക്യൂടെക്സ് ഇതുവരെ ഇട്ടിട്ടില്ല. നോക്കാം, അതിനുപോലെ എനിക്ക് സമയമില്ല. എന്ത് ചെയ്യാനാന്നോ? എന്താ ജോലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. കുറേ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഫുഡൊന്നും വാങ്ങാറൊന്നുമില്ല കേട്ടോ. പുറത്തെ ഫുഡൊക്കെ നമ്മൾ ഒത്തിരി നാൾ കൂടിയിട്ട് വാലുവേഷന് പോയിട്ട് വന്നപ്പോഴാണോടാ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ചേട്ടൻ എന്നെയും കൊണ്ട് വാലുവേഷന് പോയിട്ട് തിരിച്ചു വന്നപ്പം പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് ഒത്തിരി നാൾ കൂടിയിട്ടാണ്. അല്ലാതെ ഇപ്പം നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടി അങ്ങോട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ ചോറ് വെച്ചു മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. തറവാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ പുട്ടുണ്ടാക്കുക ചെയ്തത്. വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങായിരുന്നു, പക്ഷെ ഞാനോർത്തു നമ്മൾ വീട്ടിൽ പുട്ടുപൊടി ഇരിപ്പുണ്ട്, ഒരിച്ചിരി തേങ്ങ ചിരകി കഴിഞ്ഞാൽ പുട്ടും കുറ്റിയിലിടാതെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ ഞാൻ കൂടുതലും പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-15 മിനിറ്റുള്ള ആവി കയറി സാധനം റെഡിയാകും. നല്ല മീൻകറി ഇരിപ്പുണ്ട്. പുട്ടും മീൻകറിയും വേറെ ലെവലാണ്. പഴം ഉണ്ടെങ്കിൽ പഴം മതി. മീൻകറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുട്ടുണ്ടാക്കി. വേണമെങ്കിൽ വെളിയിൽ നിന്നൊക്കെ വാങ്ങാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ വെളിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് അതൊരു രസം, അതത്രയേ ഉള്ളൂ അല്ലേടാ? നീ എന്തോ ആലോചിക്കുന്നിരുന്ന? ഭയങ്കര ആലോചനയാണല്ലോ. എന്തോടാ ആലോചിക്കണേ? ഒന്നുമില്ലേ? എന്താ? ഞാൻ രാവിലെ വന്നിട്ട് പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കി. പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു, കഞ്ഞിക്കലൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു, കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ആ ചോറ് വെള്ളം ഒഴിച്ച് വെക്കാൻ അമ്മച്ചിയോട് വെള്ളം ഒഴിച്ച് വെക്കാൻ പറഞ്ഞു. അമ്മച്ചി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് തിളപ്പിച്ച് ഊറ്റി അത് നമ്മൾ പട്ടിക്കുട്ടന്മാർക്ക് അവർക്ക് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് കഴിക്കാനില്ലായിരുന്നു. അവർ വിശന്നിരിക്കുകയുള്ളൂ നിർത്തി അവർക്ക് കൊടുത്തു. നമുക്ക് പുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ബാസ്കി ഈ വക പുട്ട്, അപ്പം, ഇടിയപ്പം അതൊന്നും തിന്നത്തില്ല കേട്ടോ. അവനെ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടെടുക്കണതിന് മുമ്പ് ഏത് വളച്ചതും പൊളിച്ചതും തിന്നുമായിരുന്നു. നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടെടുത്ത് നമ്മുടെ വീട്ടിലെ ഒരാളെ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് നമ്മളെക്കാളും ഗമയാണ്.
അവൻ അങ്ങനെയൊന്നും കഴിക്കില്ല. ഡോഗ് ഫുഡ്, മുട്ട ഒഴിച്ച ചോറ്, ഇതല്ലാതെ ബാസ്കി വേറെ ഒരു സാധനം തിന്നൂല. പലഹാരമൊക്കെ ഈ എണ്ണ പലഹാരമൊക്കെ കൊടുത്ത് അവന് ഇച്ചിരിയൊക്കെ കടിച്ച് തിന്നുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ പട്ടിക്കുഞ്ഞുങ്ങള് ഐസ്ക്രീം തിന്നാം, അതവന് ഇഷ്ടമാണ്. പാലുൽപ്പന്നങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടം, മധുരമുള്ളതൊക്കെ. പക്ഷെ മധുരമുള്ളതൊന്നും അങ്ങനെ പട്ടിക്കുട്ടന്മാർക്ക് അങ്ങനെ കൊടുക്കാൻ കൊള്ളില്ലല്ലോ. പിന്നെ ഇപ്പം വന്ന കുഞ്ഞുങ്ങൾ എന്തും തിന്നും. അവന്മാർക്ക് അങ്ങനെ പുട്ട് കൊടുത്താലും തിന്നും. പച്ചക്കറി കടലക്കറി എടുത്ത് ചോറും കുഴച്ച് കൊടുത്തിട്ട് അവന്മാർ കടല മാത്രം പറക്കി തിന്നിട്ട് അവിടെ വായും വിളിച്ച് നോക്കിയിരുന്നത്. നല്ല കുഞ്ഞുങ്ങളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ, നല്ല കുഞ്ഞുങ്ങളാണ്. അങ്ങനെ പിന്നെ വീട്ടിലുള്ളത് മൊത്തം ഇപ്പം അഡോപ്ഷനാണ്. മൊത്തം അഡോപ്റ്റഡ് ഡോഗും അഡോപ്റ്റഡ് ക്യാറ്റും ഒക്കെയാണ്. കണ്ടവരൊക്കെ കൊണ്ട് കളയും, വീട്ടിലേക്ക് കയറി വരും, അല്ലെങ്കിൽ ഇവൻ പോയി എടുത്തോണ്ട് വരും. വഴിയ പോണ വയ്യാവേലി മൊത്തം വീട്ടിലെടുത്തോണ്ട് വരും. ഇപ്പം നമ്മുടെ പ്രാണി വളർത്തുന്ന 3 കുഞ്ഞുങ്ങളുണ്ട്. ഈ 3 പേരും അഡോപ്ഷനാണ്. പ്രാണിക്ക് സ്വന്തമായിട്ടുള്ള കുട്ടികളൊന്നും ഇല്ല. പാലുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾ കുടിച്ചു പോകണം. പ്രാണിക്കുണ്ടായ 2 കുഞ്ഞുങ്ങൾ ചത്തും പോയി, ഒരു കുഞ്ഞിനെ കാണാതെയും പോയി. ഇപ്പം പ്രാണിക്കുള്ളത് 2 കുഞ്ഞുങ്ങൾ ആരോ ഒന്നിച്ചു കൊണ്ട് കളഞ്ഞു, ഒരു കുഞ്ഞിനെ സെപ്പറേറ്റും കൊണ്ട് കളഞ്ഞു. ഇതിനെ എല്ലാത്തിനെയും പറക്കിക്കൊണ്ട് വന്ന് ചുമതല ദേവനായിരുന്നു. വെള്ളനെ നമ്മളെ പോയി എടുത്തത്. ഇവനെ കൊണ്ട് കാണിച്ച വഴി ഇവൻ പറക്കിയെടുത്തു കൂടിനകത്തേക്ക് വെള്ളേനെ. ഒരു വെള്ളക്കുഞ്ഞ് ചത്തുപോയി. അങ്ങനെ വീട്ടിലുള്ളതെല്ലാം നമ്മൾ അഡോപ്ഷനാണ്. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് അങ്ങനെ ഒരു മൈൻഡായിപ്പോയി. ചേട്ടനും നമ്മളെപ്പോലെ തന്നെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എങ്ങനെ കൊണ്ട് കളയാൻ തോന്നാന്നോർത്ത് നമ്മളെടുക്കും. പിന്നെ അങ്ങനെ ഇപ്പം വീട്ടിൽ 2 പട്ടിക്കൂട്ടന്മാരും 3 പൂച്ചക്കുഞ്ഞുങ്ങളും പുതിയതായിട്ടുണ്ട്. ബാസ്ക്യൂനെ പിന്നെ നമ്മൾ പണ്ടേ അഡോപ്ഷൻ ചെയ്തതാണല്ലോ, അല്ലേടാ? അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി നേരെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് വെച്ചതെന്ന് തോന്നുന്നു. അതോ ചോറ് വെച്ചിട്ട് കുളിക്കാൻ പോയോ? അരി അടപ്പത്തിട്ട ഞാൻ 2 അടപ്പം കത്തിച്ചു. ചേട്ടൻ വിറകടുപ്പ് കത്തിച്ചിട്ട്, വലിയ വിറകടുപ്പ് കത്തിച്ചിട്ട് ചേട്ടൻ കോഴിക്ക് തീറ്റ വേവിക്കാനായിട്ട് വെച്ചു. അപ്പം ചെറിയ അടപ്പ് ഞാനൊന്ന് കത്തിച്ചു. എനിക്കപ്പം ആ തീറ്റ വെന്തിട്ട് മാറ്റി ചോറ് വെച്ച് വരുമ്പോഴത്തേക്കും എനിക്കറിയാം സമയം ഒരു ഇന്നതാകുമെന്ന്. എനിക്കൊരു ഇച്ചിരി കിടക്കണം എന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് തല കറങ്ങും. എയർ ബാലൻസ് പോകുന്നൊരു പ്രശ്നം എനിക്ക് നല്ല രീതിയിലുണ്ട്. അങ്ങനെ ഞാൻ 2 വിറകടപ്പും അങ്ങനെ ഇന്ന് കത്തിച്ചു. ഒരടപ്പിൽ കോഴിക്ക് തീറ്റ, ഒരടപ്പിൽ നമുക്ക് തീറ്റ, അങ്ങനെയൊക്കെ ആയിട്ട് റെഡിയാക്കി എടുത്തു. അതിന് ശേഷം എല്ലാം കഴിഞ്ഞപ്പോഴാണ് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ആൻസുകുട്ടൻ്റെ റൂമിൽ പോയി കുറേ നേരം കിടന്നങ്ങടെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് നമ്മളിപ്പോൾ ഇങ്ങ് പോകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്ത ദിവസമൊന്നുമല്ല, വലിയ ജോലികളൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ എന്തോ സമയം കിട്ടണില്ല, ആർക്കറിയാം എന്തുവാ കാര്യം മിറ്റേ. അപ്പം പപ്പ അങ്ങ് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോടാ. മൊത്തം കയറി നോക്കുമായിരിക്കും ക്ലീൻ ചെയ്തതൊക്കെ. അപ്പം ചേട്ടൻ വരട്ടെ, വന്നിട്ട് നമ്മൾ വല്ലതുമൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന് കട്ട പോസ്റ്റ് അടിച്ചു കേട്ടോ. എത്ര നേരമാണ് ഈ മഴത്തുള്ളികളെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റും? ഇതാ കാറിൻ്റെ ഗ്ലാസ്സിൽ മഴത്തുള്ളികൾ വന്നിരിക്കുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അടിച്ചിട്ട് വെറുതെ എത്ര നേരം മഴത്തുള്ളികളെ എണ്ണി ഞാൻ മടുത്തു. ആൻസൂട്ടൻ മഴത്തുള്ളികളെ എണ്ണി ഇതേ കിടക്കുന്നു, ബോളിൻ്റെ മുകളിൽ തലയൊക്കെ വെച്ചിട്ട്. എന്താണേലും ചേട്ടനെയും കാണാനില്ല. എന്ത് ചെയ്യുമോ എന്തോ, എന്തോ എനിക്കറിഞ്ഞൂടാ. ഇതിൽ പോയോ? നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണം? വഴിക്ക് നോക്കിയിരിക്കാന്ന് വെച്ചാൽ മഴയായി. മഴയത്ത് ആര് പുറത്തിറങ്ങാനാ? ഇവിടെയാണെങ്കിൽ ഒരു കടകളും ഇല്ല, എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. വണ്ടികളൊക്കെ കണ്ടിരിക്കാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇത് അങ്ങോട്ടും തിരിച്ചിട്ടേക്കുക. ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ സൗണ്ടും കേൾക്കാൻ പറ്റൂല. വരുന്നുണ്ട്.
ചേച്ചിമാരും വരുന്നുണ്ട്. പണി കഴിഞ്ഞിട്ട് അവരും ഇറങ്ങി. ദാ ഇറങ്ങി വരുന്നു. ആണെങ്കിൽ എഴുന്നേറ്റ് നോക്കി നിൽക്കുന്നുണ്ട്. ആ ചേച്ചിമാരാണെങ്കിൽ വന്ന് കൈയൊക്കെ കാണിച്ചിട്ട് അവർ വണ്ടി പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അവരങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. ഞാനൊന്നും കോളേജിൽ പോകാൻ നേരത്തെ ഒരു ബസ് പോകും, അതിൻ്റെ പുറകെ ആയിരിക്കും കോളേജ് ബസ് വരിക കേട്ടോ. ആ ബസ്സാണ് ഇതാ പോകുന്നത്. ആ ബസ്സിൻ്റെ പേരാണ് ശ്രീകൃഷ്ണ. അപ്പോൾ ചേട്ടൻ എന്താ ഇറങ്ങി വരുന്നു. ഡിഷും 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 ഡിഷും. ഗേറ്റൊക്കെ അടച്ചു. ഇരുന്നിരുന്നിരുന്നിരുന്ന് നമ്മളും അടുത്ത്. ആ ചേട്ടൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ. നനഞ്ഞാ തീർന്നില്ല. എങ്ങനെ തീരാനാ? അത്രയ്ക്ക് പൊടിയുണ്ടായിരുന്നു. ഭയങ്കര പൊടിയാണ്. താഴത്തെ ജനൽപ്പാലെല്ലാം കംപ്ലീറ്റ് തൂത്ത് തുടച്ച് കംപ്ലീറ്റ് അടിച്ചു വാരിയാണ്. ഇനി ലോഷൻ 2 പ്രാവശ്യമായിട്ട് ലോഷൻ വെച്ച് എടുത്തേക്കാം. പിന്നെ മിറ്റമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ വന്ന് അതുകൊണ്ട് തീർത്ത് പോകാൻ പറഞ്ഞു. കാരണം അവർക്ക് പിന്നെ അവർ പോയോ പറഞ്ഞു. നമ്മളെ എങ്ങാണ്ട് കൊണ്ടുപോകാന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. നൈറ്റൊക്കെ ഇടിച്ച്. നൈറ്റ് ഇടിച്ചോ? ആ ക്ലാസ് എടുത്ത് വെച്ചേ. ഏത് ക്ലാസ്? അല്ല അങ്ങനെ പോണേ പറഞ്ഞേ. അറിഞ്ഞൂടാ. ചേട്ടൻ പറഞ്ഞ് ഇച്ചിരി നേരം അങ്ങോട്ട് കൊണ്ടുപോകാം. ആ ഇതിലേം കറങ്ങാം. നമുക്ക് ഇങ്ങനെ പോയിട്ട് വരാം. എങ്ങനെ പോയിട്ടാ? എങ്ങനെയെങ്കിലൊക്കെ പോയിട്ട് വരാം. മറ്റുള്ള റൂട്ട് ഫിക്സ് ചെയ്യാം. കുടുംബന്നൂറോടാ എന്നിട്ട് അതിലെ പോയിട്ട് എനിക്കറിഞ്ഞൂടാ. ഇതില് പോയി ക്ലിയർ കൂടി പോയിട്ട് താബോറ് കൂടി ഏഴുമുട്ടം കൂടി പോയാലും താബോറ് പള്ളിയുടെ അതിലൊക്കെ അതൊക്കെ കാണിച്ചേ. അവിടെ ഈ ഏഴുമുട്ടത്ത് ഒരു റിസോർട്ട് ഉണ്ടല്ലോ, ഇന്നാൾ കണ്ടില്ലേ? അതെവിടെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനറിയില്ല. ഞാൻ ഈ നാട്ടുകാരിയല്ല. ചാലാശ്ശേരി പള്ളിയുടെ കുരിശുപള്ളിയുടെ അവിടെ അങ്ങനെ ചാടി അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അപ്പൊ ഞങ്ങളെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങള് അടുത്ത വീഡിയോയിൽ നമ്മള് പോകുന്ന വഴിയെല്ലാം കാണിച്ച് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. മറ്റേ ബോഡി വരും. എവിടെ? ബോഡി ചേറാടിക്ക് പോകാൻ. ശരിയാണല്ലോ. അത് പിന്നെ വലിയ ഭയങ്കര വഴി ബ്ലോക്കാവും. അത് വന്നാണ് 5 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ, നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ കേട്ടിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ബൈ.